ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഓണിയൻ റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. സവാളയ്ക്ക് എണ്ണയിൽ വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് തരം അരി വെച്ച് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. പച്ചരി കൊണ്ടോ അല്ലെങ്കിൽ റേഷൻ അരി കൊണ്ടോ കുത്തരി വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഏതാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഞാനിവിടെ റേഷൻ അരി കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ റേഷൻ അരി കൊണ്ട് ഇതിനു മുമ്പ് ടൊമാറ്റോ റൈസ്, അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓണിയൻ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴത്തേക്കും ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, കാരണം സവാളയൊക്കെ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുമ്പോഴത്തേക്കും കൈ കൊണ്ടൊന്ന് നന്നായിട്ട് വിടർത്തിയിട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ച് മതി. അപ്പോൾ നമുക്ക് പച്ചമുളകൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല. സവാള എല്ലാം നല്ല സോഫ്റ്റായി കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു പീസ് സവാള എടുത്തൊന്ന് കടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം സവാള നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോഴത്തേക്ക് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. മുളകെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കുക. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് ചോറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടുള്ള ചോറാണ്. നമുക്ക് പച്ചരി വെച്ചോ കുത്തരി വെച്ചോ ഏത് ചോറ് വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ടേസ്റ്റാണ്. ചോറ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ ഇതിനു മുമ്പ് റേഷൻ അരി വെച്ചൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പെർഫെക്റ്റായിട്ട് റേഷൻ അരിയുടെ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അവസാനം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അവസാനം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്ന ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ ഈസിയും നല്ല ടേസ്റ്റിയുമായ നമ്മുടെ ഉള്ളിച്ചോറ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഇപ്പോൾ ഉച്ചയ്ക്ക് വരുന്ന ചോറ് കൊണ്ട് നമുക്ക് രാത്രിത്തേക്ക് അത്താഴത്തിനൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്